ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി ഉണ്ട് അതിൽ. ഞാനെന്നാ ഇവന്മാർക്ക് ഓർത്ത് ഞാൻ അങ്ങനെ വലിയ കാര്യത്തിൽ ചെയ്യാൻ പോയാ അതും പക്ഷേ ഫ്ലോപ്പായിപ്പോയി. എൻ്റെ പോൾമോൻ അത് കണ്ടിട്ട് ആദ്യം തുള്ളിച്ചാടുമായിരുന്നു. പക്ഷേ അത് കഴിക്കാൻ തുടങ്ങണം, അവൻ്റെ മൂടെല്ലാം പോയി. ഇനി എനിക്കൊരു ദിവസം അതുണ്ടാക്കി കൊടുക്കണം നോർമലായിട്ടുള്ള ഇതിൽ. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മീൻ മാർക്കറ്റിൽ പോയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു സബ്സ്ക്രൈബർക്ക് നെയ്മീനും പ്രോൺസൊക്കെ വേണമായിരുന്നു അച്ചാർ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ ഒരു ബന്ധുക്കായിരിക്കും, ചേച്ചിയുടെ മോക്കങ്ങാണ്. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്, എന്നിട്ടും ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഒറ്റക്കൈയിൽ ഇങ്ങനെ വീഡിയോ എടുത്തെടുത്തെടുത്ത് എൻ്റെ മൊബൈൽ തറയെ വീണ് വെള്ളത്തിലൊക്കെ പോയി. എനിക്ക് അതൊരിത്. കാരണം ഇതൊക്കെ എടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് ഒരാൾ തന്നെ വീഡിയോ എടുക്കാൻ പോകണം. ഇപ്പം നമ്മുടെ കയ്യിൽ സഞ്ചി പുഞ്ചി ലൊടുക്കും വീഡിയോയുടെ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ സെൽഫി സ്റ്റാൻഡ് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നേ, അതും പറ്റിയില്ല. അവിടെ ആൾക്കാരുടെ ഇടയിൽ സെൽഫി സ്റ്റാൻഡ് കൊണ്ട് പറഞ്ഞാൽ നമുക്ക് തള്ളും കിട്ടും, അടിയും ഇടിയും എല്ലാം കിട്ടും. അങ്ങനെ ഒരബദ്ധം കുറച്ചൊക്കെ എടുത്തു കേട്ടോ. പക്ഷെ ഒരു മീൻ അത് എന്തുവാന്ന് അവരോട് ആ പേര് ചോദിക്കാൻ പറ്റിയില്ല. ഈ കാളാഞ്ചി ഹിന്ദിയിൽ ഇവിടെയൊക്കെ ഉണ്ടോ എന്തോ. ഇവിടെ എൻ്റെ ഈ വീഡിയോ കാണുന്ന മുംബൈയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാളാഞ്ചി മീൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കിട്ടുമോ, അതിൻ്റെ പേര് ഹിന്ദിയിൽ എന്തോന്ന് ഒന്ന് പറയണേ. എനിക്ക് ഇന്നലെ ഒരു കമൻ്റ് ഒന്നും, ഞാൻ എവിടെ താമസിക്കും മുംബൈയിൽ, ആ എൻ്റെ സബ്സ്ക്രൈബർ താനേല. അപ്പോൾ അതുപോലെ ഈ മുള്ളില്ലാത്ത മീൻ എന്തെങ്കിലുമൊക്കെ, ഈ കേര മാത്രമല്ല, നെയ്മീനൊക്കെ പറയുന്നവർക്കേ നമ്മൾ ഇട്ട് കൊടുക്കത്തുള്ളൂ. നെയ്മീനൊക്കെ നല്ല വിലയാണ്, അങ്ങനെ പറയുന്നതൊക്കെ. പ്രോൺസ് നെയ്മീൻ പറയുന്നതൊക്കെ ഉള്ളൂ. കേരയൊക്കെ ആണെങ്കിൽ കിട്ടുവാണെങ്കിൽ നമ്മൾ ഒരുമിച്ചങ്ങ് ഇട്ട് വെക്കും. അതുപോലെ വേറെ ഇവിടെ ബൈന്ദറിൽ മോത കിട്ടും. പക്ഷെ ആ മോത ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, മോത മീൻ അങ്ങനെയുള്ളതാണ്. അതുപോലെ ഇവിടെ വസായിലല്ല, വസായിന്ന് വേറൊരു സ്ഥലം ഉണ്ടല്ലോ, ഒരു സ്ഥലം പറഞ്ഞ് മീൻ മാർക്കറ്റ്, അവിടെയൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷെ അവിടെ വരെ പോകുന്ന ഒരു പോക്ക് തന്നെ. നമ്മളിങ്ങനെ വരുമ്പോഴത്തേന് മീനൊക്കെ ഒരു വാദമാകും. ഈ വണ്ടിയിലൊക്കെ കൊണ്ടുവരുന്ന ഈ മീൻകാർക്കൊക്കെ നല്ലതാണ്. അവർ ഐസൊക്കെ ഇട്ട്, നമ്മളിപ്പം പോവുകയാണെങ്കിൽ ട്രെയിനിലേ പോകാനൊക്കത്തുള്ളൂ. ട്രെയിനിലൊക്കെ കയറുമ്പം അതുപോലുള്ള ലഗേജൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ അകത്ത് വേണം കയറായിരിക്കും. നോർമൽ ആൾക്കാരൊക്കെ കയറുന്നതിൻ്റെ അകത്ത് നമ്മൾ അതുകൊണ്ട് കയറിയ എൻ്റെ പ്രൈസൻ, ഞാൻ അവനെ വിളിക്കാൻ പോകണ്ടേ പറയുന്നിട്ട്, മമ്മിയുടെ കൂടെ ബ്ലാക്ക് പോലും. സത്യം ഞാനിപ്പോൾ ഇത് നോക്കിയിട്ട് കണ്ണെഴുതിയത് പോലുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഉറക്കം ശരിയാകാഞ്ഞതിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് പതിവില്ലാതെ ഉറക്കം വരികയും ചെയ്തു. ഉച്ചയ്ക്കല്ല, പോൾമോൻ ഇന്ന് മന്ത്ലി എക്സാം ആയിരുന്നു, 4 മണിക്കായിരുന്നു. 3:30 പോയി. അവനെ പ്രാർത്ഥിച്ച് വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്നൊന്ന് കിടന്നത്. എന്തോന്ന് ആൾക്കറിയാം. ഓക്കെ, ഇനി ഞാൻ ഓക്കെ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് തോന്നി. ഇത് സ്റ്റക്കായിട്ടിരിക്കുക, ഫുള്ള് നിറഞ്ഞു കിടക്കുക. മെമ്മറി കാർഡ് ഇതില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഞാൻ പറഞ്ഞതെല്ലാം കിട്ടിയോ എന്നുള്ളത്. പകുതി കിട്ടും. വീഡിയോ എല്ലാം ഇനി ഡിലീറ്റ് ചെയ്ത് കളയണം. പിന്നെ ഒരു കാര്യം പറയാം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, എൻ്റെ ഇതിൽ കമൻറ്റ് ഇടുന്നത് സൂസ് എന്നാ പുള്ളിക്കാരുടെ പേര്. ആനി ഫാബ്രിക്കേഷൻ അങ്ങനെ ഉള്ള ഒരു ഐ ഡി എന്നാണ് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞാൽ ബെൻസിയുടെ എൻ്റെ വീഡിയോയൊക്കെ കണ്ട പുള്ളിക്കാരി ഒരു സ്വയം തൊഴിൽ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ആദ്യം തുണികളിങ്ങനെ, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഇന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ചിന്തിച്ചാൽ കുറേ വൈകുന്നേരം ആവട്ടെന്ന്. തുണികളിങ്ങനെ വാങ്ങിച്ച് ഓൺലൈനിൽ ബിസിനസ് ഉണ്ടായിരുന്നു. ഇപ്പം ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഇന്നാൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഫുഡ് ഇങ്ങനെ ഓർഡറൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ. അതിൽ ഞാൻ വീഡിയോ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് അതിൽ എന്തോ ആയെന്ന് പരിപാടികൾ. ഓക്കെ, എനിക്കൊരു ഇന്നൊരു കമൻറ്റ് വന്നത്, ബിജി ഹാർഡ് വർക്ക് ചെയ്യുമെന്ന്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ആരോഗ്യം അതാണ്ട പോയി. കണ്ടോ, സ്പേസ് ഇല്ലെന്ന് പറഞ്ഞ് വന്ന്.
ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഉള്ള ആരോഗ്യം ദൈവം തരുന്നിടത്തോളം കാലം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാം. അപ്പം രാവിലെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഇഡലി ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാൻ ഇഡലി ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കി. എന്തോ എന്നും എടുക്കുന്ന ഇതിലാണ് ഉണ്ടാക്കി. ഇന്നലെ ഇച്ചിരി പുഴുക്കലരിയും കൂടെ അരച്ചത് കൊണ്ടാണോ എന്തോ സംതിങ് പ്രോബ്ലം ആയി. അതോ ഇനി പെട്ടെന്ന് ഒത്തിരി ലേറ്റായിട്ടല്ലേ അരയ്ക്കുന്നത്. ഇഡലി അത്ര അങ്ങോട്ട് സുമാറായിട്ട് വന്നില്ല. അപ്പം ഇഡലി കണ്ടപ്പോഴേ ഇവിടെ പോളിനൊന്നും വേണ്ട, അല്ലെങ്കിലും അവന് ദോശയാണ്, കട്ടി കുറഞ്ഞ ദോശയാണ് ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് ദോശ ഇങ്ങനെയുള്ളതും ഉണ്ടാക്കി. ദോശ അങ്ങോട്ട് ഞാൻ ഉദ്ദേശിച്ചതുപോലെ അങ്ങോട്ട് ഇത്തിരി അങ്ങോട്ട് നല്ല തിക്കായിട്ട് നല്ല ഇതുപോലെ വന്നില്ല. ഇച്ചിരി സോഫ്റ്റൊക്കെയാണ്, പക്ഷേ കട്ടി ഒരു വല്ലാത്ത ഒരു ഇതിലാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കടലയുടെ കൂടെ ഞാനൊരു ഇച്ചിരി ഗ്രീൻ പീസ് കൂടെ ചേർത്ത്, എന്നിട്ട് അതൊന്ന് വേവിച്ചെടുത്ത് കറിയൊക്കെ വെച്ചിട്ട് ഇനി അതിൻ്റെ അകത്ത് ഇനി കടുക് കൂടെ വറുത്താൽ മതി. ഞാൻ ഇതിന് കുറച്ചെടുത്ത് ഒരു ഇച്ചിരിയും കൂടെ ലൂസാക്കി കടല. അപ്പോൾ ഇഡലി ആർക്കും വേണ്ട. പിന്നെ അവസാനം ഞാൻ തന്നെ ഇഡലി എടുത്തു. പിന്നെ ബാക്കി ഇനി ഒരു ട്രിപ്പേ ഉണ്ടാക്കിയുള്ളൂ, കുറച്ചുകൂടി ഇരിപ്പുണ്ട് ഇനി. പിന്നെ അടുത്തത് നമ്മുടെ പാത്രം കഴുകുക. രാവിലത്തെ ഒരു പാത്രം കഴുകാം, പിന്നെ ഉച്ചക്കത്തെ, പിന്നെ ഇടയ്ക്കത്തെ, അങ്ങനെ ഞാൻ എന്തായാലും 1-2 പ്രാവശ്യം ചില ദിവസം കാണിക്കും, ചിലപ്പോൾ ഒരു പ്രാവശ്യത്തേ കാണിക്കാറുള്ളൂ. അങ്ങനെ പാത്രങ്ങളൊക്കെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ അരിയുടെ വെള്ളമൊക്കെ ഒന്ന് നനന്നായിരുന്നു. അപ്പം അരി ഒന്ന് അടപ്പത്തിട്ടിട്ടുണ്ട്, കഴുകി അടപ്പത്തിട്ടിട്ടുണ്ട്. അപ്പം വെള്ളം കുടിക്കാനൊക്കെ തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള ചായ ഞാൻ ആ വെള്ളത്തിന് മണ്ടേ വെക്കും. കാരണം റീച്ചാൻ പോകുന്നതിന് മുമ്പിട്ട് ഒരു 2-3 പ്രാവശ്യം കൂടെ ഇച്ചിരി കട്ടയും കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തോരൻ വെക്കാനേ പയറെടുത്തൊന്ന് വെള്ളത്തിൽ ഇട്ട് അതൊന്ന് കുറച്ച് നേരം കൊണ്ട് വെള്ളത്തിൽ കിടന്നൊന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം കിട്ടുന്ന വെജിറ്റബിൾസ് അല്ലേ, എത്രമാത്രം പോയിസൺ അടിച്ചായിരിക്കും വരുന്നത്. എല്ലാം അത് തന്നെ, നമ്മൾ കഴിക്കുന്നതെല്ലാം അത് തന്നെ. നേരത്തെയൊക്കെ എനിക്ക് ഈ കട്ടിങ് പാടി വെച്ച് അരിയുന്നത് എളുപ്പമല്ലായിരുന്നു. എനിക്ക് അങ്ങോട്ട് പ്രാക്ടീസ് ഇല്ലായിരുന്നു. എനിക്ക് ഈ കയ്യെ വെച്ച് അരിയുന്നതായിരുന്നു ഇഷ്ടം. ഇപ്പോൾ ഇഷ്ടമൊന്നുമല്ല, എനിക്കതായിരുന്നു വാക്ക്. ഇപ്പോൾ എനിക്ക് കട്ടിങ് പൊടി വെച്ച് അരിയുന്നതാണ് എളുപ്പം. ഇങ്ങനെ കൈയിൽ വെച്ച് അരിയുന്നതിനേക്കായി. എന്നോട് പല പ്രാവശ്യം റീച്ചാൻ പറയുമായിരുന്നു കട്ടിങ് പൊടി വെച്ച്. നേരം ഞാൻ പറഞ്ഞ റീച്ചാൻ എനിക്ക് വാക്കില്ല. ഇപ്പം എന്തോന്നേലും പറഞ്ഞങ്ങ് വാക്കായി. പയർ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് പൊളിക്കാനുള്ളത് ഉണ്ടായിരുന്നു, കുറച്ച് അല്ലാതെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഉള്ളി ഒരു ഉള്ളിയേ എടുക്കുന്നുള്ളൂ. ഉള്ളി ഇന്നലെ വാങ്ങിച്ചതാണ്, കിലോ 60 രൂപ. ഞാൻ 2 ദിവസത്തിന് മുമ്പിട്ട സവാള വാങ്ങിച്ചേ. അപ്പം ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ടേ കിലോ 65ആയി. അതും വലിയതൊന്നുമല്ല, കുഞ്ഞതാണ്. അപ്പം വെളുത്തുള്ളി എനിക്ക് വേണമായിരുന്നു അച്ചാറിടാൻ. വെളുത്തുള്ളി ചോദിച്ചോണ്ടേ ഞാൻ ചിന്തിച്ച് ഇത്തിരി കുറഞ്ഞ് കാണുമെന്ന്. ഞാൻ ലാസ്റ്റ് ടൈം വാങ്ങിച്ചോണ്ടേ 320 340 എങ്ങാണ്ടായിരുന്നു. ഇന്നലെ ചോദിച്ചോണ്ട് 360. അതും ആദ്യത്തെ 1-2 അല്ലി നല്ല വലുതായിരിക്കും, അത് കഴിഞ്ഞുള്ളത് കീരി അല്ലി. അത് നമുക്ക് പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തോ ചെയ്യും, എല്ലാത്തിനും വില കൂടുകയെന്നുള്ളതാണ്. മനുഷ്യർ എങ്ങനെ ജീവിക്കും? ഇനി ഒന്നും കഴിക്കുകയും വേണ്ട, എല്ലാം കുറയ്ക്കാം, അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരവസ്ഥയായെന്നുള്ളതാണ് മനുഷ്യരുടെ. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഈ എന്തോ പറയുന്നത് സപ്ലൈകോയിൽ നിന്നൊക്കെ വല്ലതൊക്കെ കിട്ടുമായിരിക്കാം. അതും ചിലർക്ക് വേണ്ട. ഞങ്ങളാണെങ്കിൽ സ്ഥിരം വാങ്ങിക്കുന്ന കോഫി പൗഡർ ഇതും 20 രൂപ ഒറ്റയടിക്ക് കൂടിയെന്ന് റീച്ചാൻ പറയുന്നു.
ഞാൻ പറഞ്ഞ് കാരണം ഇവിടെ വൈകിട്ട് മിക്കവാറും ഒരു കോഫി കൂടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കോഫിയൊക്കെ നമുക്ക് കുറച്ച് കുടിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഈ വിജീസ് കിച്ചൻ ഇത്ര അർക്കീസെന്നല്ല, ആവശ്യത്തിന് ഉപയോഗിക്കണം. ഞാനൊക്കെ പറഞ്ഞതേ ഉള്ളു. അതൊന്നും പറഞ്ഞ് നമ്മൾ എന്തോ കുറയ്ക്കുന്നത്? ഒന്നും കുറയ്ക്കുന്നില്ല. എല്ലാ സാധനങ്ങൾക്കും വില കൂടിയെന്ന് പറഞ്ഞ് എന്തെങ്കിലും നമ്മൾ കുറയ്ക്കുന്നോ? അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കുറയ്ക്കുന്നോ? ഇല്ലല്ലേ. നമ്മൾ പിന്നെ ഞാനിപ്പോൾ ഈ തോരനൊക്കെ സവാള ഒരു 1-2 സവാളയൊക്കെ അരിഞ്ഞ് ചേർത്താലാണ് അതിന് കുറേ കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ വിലയുടെ ഇതുകൊണ്ട് സവാളയൊക്കെ ഇത്തിരി കുറയ്ക്കും, ഇച്ചിരി തേങ്ങയും വേണമെങ്കിൽ കുറയ്ക്കും. അല്ലാതെ എന്തോ നമ്മൾ കുറയ്ക്കുന്നത്? വിളമ്പുന്ന കൂട്ടാൻ കുറയ്ക്കുമോ? ഒന്നും കുറയ്ക്കത്തില്ലല്ലേ. മീൻകറി കുറയ്ക്കുമോ? ഒന്നും കുറയ്ക്കത്തില്ല. അതിന് ചേർക്കുന്ന ചേരുവകളെല്ലാം ചേർക്കേണ്ടതുപോലെ തന്നെ ചേർക്കുകയും ചെയ്യും. എന്നിട്ട് പറയോ എല്ലാത്തിനും വിലയാന്ന്. എല്ലാവരും എന്നെപ്പോലാണോ ചിന്തിക്കുന്നത്? അപ്പം ഞാൻ നമ്മുടെ പയറൊക്കെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടേ, ഇവിടെ ഇങ്ങനെ ഒരു സൈസ് പയർ, അല്ലാതെ ഒരു സൈസ് ഒടിയൻ പയറുണ്ട്. ഇത് ഇങ്ങനെ ഒട്ടും കുറയത്തില്ല. ഇത് ഇങ്ങനെ പച്ചിരിക്കുന്ന ഒരു ടൈപ്പാണ് ഇത്. ഇതിൽ ഇടയ്ക്ക് പൊളിക്കാനൊക്കെ കാണും. നമ്മുടെ ഒടിയൻ പയർ വേറെ ഉണ്ടല്ലേ, അത് വേറൊരു ഇതാ. രണ്ടിനും 2 ടേസ്റ്റുമാണ്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് ചെയ്യുന്നതേ, ഞാൻ പറഞ്ഞില്ലേ പോൾമോൻ കുറേ നാളുകൊണ്ട് പറയുക മമ്മി കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ച് ഈ വാട്ടുകപ്പ ഇട്ട് ഉണ്ടാക്കിയിട്ട് ഇവന്മാരന്ന് വാട്ടുകപ്പ താല്പര്യമില്ലായിരുന്നു. ഞാൻ ചിന്തിച്ച് ഇച്ചിരി ബീഫ് ഇരിപ്പുണ്ടായിരുന്നു, ഒരു 1/2 കിലോയെ കാണത്തുള്ളൂ. കപ്പ അത്ര ഇട്ടുള്ളൂ, കാരണം എനിക്ക് ഈ അളവ് അങ്ങോട്ടില്ലാത്തതുകൊണ്ട് ഞാൻ 2 കപ്പിനാണ് ഇട്ടത്. അപ്പം എന്നാൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കി അവന്മാർ തിന്നുമെന്ന് പറഞ്ഞ് എൻ്റെ ദൈവമേ ഉണ്ടാക്കിയത്. അപ്പോൾ അവൻ കൊച്ചവനൊട്ടും തൊട്ടില്ല. മറ്റവനാണെങ്കിൽ ഒരു ഇച്ചിരി തിന്ന്. അവനില്ലേ മണം എല്ലാം സെയിം നമ്മുടെ കപ്പ ബിരിയാണിയുടെ കൂട്ടായിരുന്നു. മണവും കാണാൻ ലുക്കും അതുപോലായിരുന്നു. പക്ഷേ ടേസ്റ്റ് അവൻ ആ കപ്പയുടെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു അവൻ കോളേജിൽ നിന്ന് വന്നിട്ട് തുറന്ന് നോക്കിയതുമല്ല, 2 തുള്ളിച്ചാട്ടമായിരുന്നു കണ്ടിട്ട്. അപ്പം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബീഫ് കറിക്കൊക്കെ എടുക്കുന്നതിൻ്റെ അത്രയും ഒത്തിരി സവാളയൊന്നും വേണ്ട. എൻ്റെ രീതിയിലുള്ള ഒരു കപ്പ ബിരിയാണി ഇത് കേട്ടോ. അപ്പോൾ ഞാൻ 2 ചെറിയ സവാള എടുത്ത് അതൊന്ന് വഴറ്റി ഇച്ചിരി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ഇഞ്ചി, എന്നിട്ട് ഇഞ്ചിയൊക്കെ കുറച്ച് ചേർത്തുള്ളേ. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഉടനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. ആ പോളിൻ്റെ ഇങ്ങോട്ട് വന്ന കൊച്ചെന്തോ സന്തോഷമായിരുന്നു. ഇവൻ അത് അങ്ങോട്ട് ആ മണമൊക്കെ അതുപോലായിരുന്നു. മുറി മൊത്തം നല്ല മണമായിരുന്നു. അപ്പം അവൻ വന്ന് കുക്കർ തുറന്നതും ഇത് കണ്ടതും, കാരണം അതുപോലെ ഞാനങ്ങ് ഇട്ട് ഉടച്ച് വേവിച്ചായിരുന്നു. കണ്ടതുമല്ലേ മമ്മി താങ്ക് യു മമ്മി എന്നും പറഞ്ഞ്. കഷ്ടം, എനിക്കതിപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന അവൻ്റെ ആ തുള്ളിച്ചാട്ടവും കഴിച്ചു കഴിഞ്ഞുള്ള അവൻ്റെ ആ എക്സ്പ്രഷനും കൂടെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇച്ചിരി ഫാറ്റൊക്കെ ഉള്ളതാണ് ഞാൻ എടുത്തതേ. അപ്പം ഞാൻ പറഞ്ഞ് താമസിയാതെ ഉണ്ടാക്കി തരാൻ മോനെ. കഴിഞ്ഞ സൺഡേ എനിക്ക് കപ്പ വാങ്ങിക്കാൻ, ഇവിടെ ഒന്നും നല്ല കപ്പ കിട്ടത്തില്ലല്ലേ. അപ്പം സൺഡേ പ്രെയർ കഴിഞ്ഞ് വരുന്ന സമയത്തെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഉടനെ ഞാൻ എങ്ങനെ ഇരുന്ന് എനിക്ക് ഇച്ചിരി ഉണ്ടാക്കി തരാമെന്ന്. കാരണം അമ്മമാർ റീച്ചാൻ്റെ അടുത്ത് ഞാൻ ഈ സംഭവം ഇതുപോലെ പറഞ്ഞു. റീച്ചാൻ പറഞ്ഞു ഓ അങ്ങനൊന്നുമില്ല, അതൊക്കെ അങ്ങ് മാറും, അതൊന്നും സാരമില്ലെന്ന്. പക്ഷേ എനിക്കങ്ങോട്ടത് ഒരു വല്ലാത്ത വിഷമമായിപ്പോയി. ഞാനൊരു അമ്മയല്ലേ, അവൻ്റെ ആ സന്തോഷവും വന്ന് അതുപോലെ എക്സ്പ്രഷൻ കാണിച്ചതും അവൻ. എന്നിട്ട് എനിക്ക് വേണ്ട, എങ്ങനെയും ഒരു വിധത്തിൽ അത് കഴിച്ചതേ ഉള്ളൂ ഒരു നേരം. പിന്നെ 2 ദിവസം ഇരുന്ന് ഞാനങ്ങ് കഴിച്ചതേ ഉള്ളൂ. ഡാഡിക്കും ഇഷ്ടമായേ, ഒത്തിരി ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വേവിക്കണം. ഓൾറെഡി ഞാനൊരു 6-7 വിസിൽ ബീഫിന് അടിച്ചായിരുന്നു. എന്നിട്ട് ഇത്രയും ചാറുണ്ടല്ലേ, അത്രയും ചാറിൽ ഞാൻ കപ്പ അവിടെ വേറൊരു ചരുവത്തിൽ ഒരു 2 ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അതത്ര അങ്ങോട്ട് ചോന് വെന്തില്ല. എന്നിട്ട് ആ കപ്പയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരു ഇച്ചിരിയും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2-3 വിസിൽ വീണ്ടും അടുപ്പിച്ചു. കാരണം ആ കപ്പയും ഇതൊക്കെ ഒന്ന് നന്നായി, എന്നാലേ ഈ പിള്ളേർ കഴിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഞാനൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്നുകൂടെ വിസിൽ വരുത്തിച്ചതാണ്. എന്നോട് ഇന്നാളി എനിക്കൊന്ന് ജൂലിയാന്ന് തോന്നുന്നു പറഞ്ഞത്, ചേച്ചി വാട്ടുകപ്പയും കൊണ്ട് ഇതുപോലെ കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അതൊക്കെ വെച്ച് ഞാൻ എൻ്റെ ഒരു ഐഡിയയ്ക്ക് അങ്ങ് ഉണ്ടാക്കിയതാണ്. പക്ഷെ വാട്ടുകപ്പ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് സൂപ്പറാകട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഫുൾ ഗ്യാരണ്ടി തരുക.
അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തുള്ളൂ. തേങ്ങയും വറുത്ത് നമ്മുടെ കറിവേപ്പിലയും കുറച്ച് ഉള്ളിയൊക്കെ കടുകൊക്കെ ഇട്ടിട്ട് വറുത്ത് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറേയും കൂടി ഒരു നല്ല ടേസ്റ്റ് കിട്ടും. സാധാരണ ബിരിയാണിക്കകത്ത് നല്ലൊരു പിടി തേങ്ങ വറുത്ത് ചേർക്കും. ഇപ്പം നമ്മുടെ വാട്ടുകപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.